ത്തിലെ സ്വത്ത് രാജ്യാന്തര ശ്രദ്ധ നേടുമ്പോൾ തൃപ്പടിത്താനം നടത്തിയ മഹാരാജാവിന്റെ കഥ രാഷ്ട്രീയവും സാമൂഹികവുമായ പുതുമാനങ്ങൾ നേടുന്നു. ശ്രീകുട്ടൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന് തിരക്കഥ ഒരുക്കുന്നത് അഡീഷണൽ ചീഫ് സെക്രട്ടറിയായ കെ ജയകുമാറാണ്. മാർത്താണ്ഡവർമ്മയുടെ ജീവിതകഥ ഒരിക്കൽ കൂടി തിരശീലയിലേക്ക് കുടിയേറുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രം വാർത്തകളിൽ നിറയുമ്പോഴാണ് അധികാരവും സ്വത്തും രാജ്യം തന്നെയും പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ച ആ ജീവിതത്തിന് അഭ്രാവിഷ്കാരമാകുന്നത്. ചിതറിക്കിടന്ന നാട്ടുരാജ്യങ്ങളെ ഒന്നാക്കി തിരുവിതാംകൂർ പണിതെടുത്ത മഹാരാജാവിന്റെ ചരിത്രപരവും വൈകാരികവുമായ തലങ്ങളിലൂടെയുള്ള സഞ്ചാരമാണ് ചിത്രം. സംസ്ഥാനത്തിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി കൂടിയായ കെ ജയകുമാർ തിരക്കഥ എഴുതുന്ന ചിത്രത്തിന്റെ ഗവേഷണ ജോലികൾ അന്തിമഘട്ടത്തിലാണെന്ന് സംവിധായകൻ ശ്രീകുട്ടൻ ഇന്ത്യാവിഷനോട് പറഞ്ഞു. ആരോടും യാതൊരുവിധ സെന്റിമെന്റ്സ് ഇല്ല, രാജ്യഭരണം മാത്രം, ജനങ്ങളുടെ ക്ഷേമം മാത്രം. അങ്ങനെയുള്ള ഒരാളിന് എങ്ങനെയാണ് തൃപ്പടിദാനം എന്ന ഒരു അത്ഭുത, വളരെ കേട്ടുകേൾവിയില്ലാത്തൊരു പ്രോസസ്സിലേക്ക് അദ്ദേഹത്തിന് തിരിയാൻ മനസ്സ് വന്നത്? എന്റെ രാജ്യവും എന്റെ അധികാരവും എന്റെ സമ്പത്തും എല്ലാം ശ്രീ പത്മനാഭസ്വാമിക്ക് സമർപ്പിക്കാമെന്ന് അദ്ദേഹം തീരുമാനിച്ചത് എന്തുകൊണ്ട്? അതാണ് ഈ സിനിമയുടെ പ്രസക്തമായ ഒരു ഭാഗം. വിഖ്യാതമായ തൃപ്പടിദാനം നടത്താൻ എന്താണ് മഹാരാജാവിന് പ്രേരകമായതെന്ന് ഈ ചരിത്ര സിനിമ അന്വേഷിക്കും. 1729 മുതൽ 1758 വരെയുള്ള മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലഘട്ടത്തിലെ അവസാന പാദത്തിലാകും സിനിമ കേന്ദ്രീകരിക്കുക. തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം പണികഴിപ്പിച്ചതും ജന്മിത്തം അവസാനിപ്പിച്ചതുമടക്കം ആധുനിക കേരളത്തിനായി അദ്ദേഹം നടത്തിയ കരുതിവെപ്പുകൾ പലതുണ്ട്. ചരിത്രപരമായ സിനിമ എടുക്കുമ്പോൾ അതിൽ യുദ്ധങ്ങൾ വരാം, സെന്റിമെന്റ്സ് വരാം, പ്രണയം വരാം. അതെല്ലാം ഈ സിനിമയിലുമുണ്ട്. ലോകം അറിയുന്ന വളരെ പ്രശസ്തരായ എക്സ്പേർട്സ് ആയിട്ടുള്ള ടെക്നീഷ്യൻസ് ആയിരിക്കും ഇതിൽ വർക്ക് ചെയ്യുന്നത്. ദുബായ് ആസ്ഥാനമായ മീഡിയ മാപ്സ് ആണ് ചിത്രം നിർമ്മിക്കുന്നത്. വെല്ലുവിളികൾ ഏറെ നിറഞ്ഞ ചലച്ചിത്രോദ്യമം കേരളത്തിന്റെ ചരിത്ര സാമൂഹ്യ ഭൂപടത്തിൽ ഏറെ വാർത്തകൾക്ക് വഴിവെച്ചേക്കും. കൾച്ചറൽ ഡെസ്ക്, ഇന്ത്യാവിഷൻ.